ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ഒരു പാർട്ട് 1 ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആംപ്ലിഫയറിൻ്റെ. ഇന്ന് അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. കാര്യം ആ ഒരു വീഡിയോ അത്രയും ലെങ്ത് ആയതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ ബാലൻസ് 2 ആണ്, പാർട്ട് 2 ആണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവരും മറക്കാതെ ഫുൾ വീഡിയോയും കാണണം. ഇനി അടുത്തതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഈ സബ്വൂഫർ ഫിൽറ്റർ ബോർഡിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 15015 എന്ന ഒരു പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ഈ ബോർഡ് നമ്മൾ വാങ്ങിയതാണ്, റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ട് IC ഇട്ട് ചെയ്തതാണ്. ഇത് 2 IC ആണ്. ഈ IC നമ്മൾ ഇട്ട് ചെയ്തതാണ്. ഇതും വളരെ നല്ലൊരു ബോർഡാണ്. അടുത്തതായിട്ട് ഈ കാണുന്ന സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ പ്രത്യേകത, ഇത് ഒരു 6 സെക്കൻഡ് ഡിലേ വരും. ഓണായിട്ട് നമ്മൾ ആംപ്ലിഫയർ ഓൺ ചെയ്ത് 6 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് സ്പീക്കറിലോട്ട് ലൈന് കൊടുക്കത്തുള്ളൂ. അപ്പം എന്തെങ്കിലും ഷോർട്ട് ആവുകയാണെന്നുണ്ടെങ്കിലും, സ്പീക്കറിൻ്റെ ലൈൻ എന്തെങ്കിലും ഷോർട്ട് ആവുകയാണെന്നുണ്ടെങ്കിലും ഇത് 6 സെക്കൻഡിലേക്ക് ഡിലേ ആവും. അപ്പോൾ നമ്മുടെ സ്പീക്കറിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് ഒരു ആംപ്ലിഫയറിന് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഇത് ഏകദേശം 600 രൂപയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. ഇതിന് 600 രൂപയാണ് വില വരുന്നത്. അടുത്തതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് G-Techൻ്റെ റിമോട്ട് കിറ്റാണ്. ഈ ഒരു റിമോട്ട് കിറ്റാണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയേണ്ട ഒരു സാധനം. ഇതിലാണ് എല്ലാ സാധനങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ബാസ്സായാലും എന്ത് കാര്യം, സ്പീക്കറിൻ്റെ സൗണ്ട് ആയാലും എന്ത് കാര്യങ്ങളും ഇതിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനത്തിൻ്റെ വില വന്നിട്ട് ഏകദേശം 1600 RC ടൈപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വില വരുന്നത് 1600 രൂപയാണ്. ഇതും വളരെ നല്ലൊരു ബോർഡാണ്. G-Techൻ്റെ ബോർഡ് നല്ല ക്വാളിറ്റിയുള്ളൊരു ബോർഡാണ്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ബോർഡാണ്. പിന്നെ D-Techൻ്റെ ഉണ്ട്, പല കമ്പനിയുടെ ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് G-Techൻ്റെ ബോർഡാണ്. ഈ G-Techൻ്റെ ബോർഡ് വളരെ നല്ലൊരു ബോർഡാണ്. D-Techൻ്റെ ബോർഡാണെങ്കിൽ 1400 കിട്ടും. ഇതിന് 1600 വില. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഇതിൽ കാണുമായിരിക്കാം. എന്നാൽ ഈ ഒരു ബോർഡ് കൊള്ളാം, വളരെ നല്ലൊരു ബോർഡാണ്. പിന്നീട് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ AC സപ്ലൈയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന MCB. ഈ ഒരു MCB ലീഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു MCB ഒരു ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ട്രിപ്പായിട്ട് മൊത്തത്തിൽ AC സർക്യൂട്ടിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഇത് ആരും ഉപയോഗിക്കാറില്ല, പക്ഷേ എനിക്കിത് ഉപയോഗിക്കണം തോന്നിയിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല, ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്നത് ഈ ഒരു 12 ബനാന സോക്കറ്റാണ്. അതിൽ ഈ ഒരു ഭാഗത്തടുത്ത ഈ കാണുന്ന ബനാന സോക്കറ്റിന് ഏകദേശം ഒന്നിന് 65 രൂപയാണ് വില വരുന്നത്. ക്വാളിറ്റി കൂടിയതാണ്. പിന്നെ ഇത് ഇത്രയും കൂടെ ഒരു 200 രൂപ വില വന്നു. അത് ബനാന സോക്കറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ആ ഒരു സ്പീക്കറിന് ലൂസ് കണക്ഷനൊന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സാധനം ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. വളരെ ക്വാളിറ്റിയുള്ള നല്ല ബനാന സോക്കറ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഒരു 3 പിൻ ഹോൾഡറാണ്. ഒരു 3 പിൻ ഫീമെയിൽ പോർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് എപ്പോഴും ആംപ്ലിഫയറിൻ്റെ ഒരു ഫീമെയിൽ പോർട്ട് കൊടുത്തിട്ട് ഒരു 3 പിൻ പോർട്ട് വയ്ക്കുന്നത് നല്ലതാണ്. കാരണം അതൊരു 3 പിന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എർത്ത് ചെയ്യാൻ പറ്റും. ടോട്ടലി ഇതാണ് എൻ്റെ ഒരു ആംപ്ലിഫയർ. പിന്നീട് വരുന്നത് ഇതിനകത്ത് വരുന്ന 5 ഫാനുകളാണ്. 5 ഫാനുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം 5 ചാനൽ ബോർഡിനെ തണുപ്പിക്കാൻ, അതിൻ്റെ IC തണുപ്പിക്കാൻ വേണ്ടിയിട്ടും, പിന്നീട് ഉള്ള ഫാന് ഒരു എക്സോസ്റ്റാണ്. അതായത് അടിച്ച് കളയാൻ, ചൂട് വെളിയിലോട്ട് അടിച്ച് കളയാനായിട്ട് 2 ഫാനും, പിന്നീട് സബ്വൂഫർ ബോർഡിനെ തണുപ്പിക്കാനായിട്ട് ഒരു ഫാൻ. അങ്ങനെ ടോട്ടൽ 5 ഫാനാണ് ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്. 5 ഫാന് കൂടുതൽ ഫാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാര്യം ആംപ്ലിഫയറിൻ്റെ ചൂട് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ലൈഫ് കൂട്ടാനും നമുക്ക് ഉപയോഗിക്കാം. കാര്യം ഫാൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആംപ്ലിഫയർ പെട്ടെന്ന് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ IC ഒക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആംപ്ലിഫയറിൽ എപ്പോഴും ഫാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നീട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. ആ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ പകാരിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. അപ്പം ആ ഒരു മോഡ്യൂൾ നല്ലതാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത്രയും നല്ല കൂടിയ സാധനങ്ങളൊന്നുമല്ല, എന്നാലും കൊള്ളാമെന്ന് പറയാം. കാര്യം ഓക്സ് മോഡിൽ ചെറിയ നോയ്സ് വരുന്നുണ്ട്. അപ്പം അത് മാത്രമാണ് ഞാൻ ഇതിൽ കണ്ടൊരു പ്രശ്നം. പിന്നെ FM എല്ലാ സ്ഥലങ്ങളിലും ക്ലിയറായിട്ട് കിട്ടുന്നില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ക്ലിയറായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പം ഇതിനെക്കാട്ടി നല്ല ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് വാങ്ങാനായിട്ടാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഒരു ആംപ്ലിഫയറിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏകദേശം ചിലവ് ഏകദേശം ഒരു 10,000 അടുപ്പിച്ചാണ്. ഏകദേശം 10,000 രൂപ ഞാൻ പറഞ്ഞതാണ്. അതിൽ കൂടുതൽ പോവും, എന്നാലും ഒരു 10,000 എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ 10,000 മുകളിൽ പോവും. കാരണം 100 വാട്ട്സിൻ്റെ 5 ചാനലും 400 വാട്ട്സിൻ്റെ ഒരു സബ് ഔട്ടാണ് വരുന്നത്. അപ്പം ഏകദേശം ഈ ആംപ്ലിഫയറിന് ഏകദേശം ഒരു ടോട്ടൽ പറയുകയാണെങ്കിൽ 500 വാട്ട്സിൻ്റെ സ്പീക്കർ ഔട്ടും 400 വാട്ട്സിൻ്റെ സബ് ഔട്ടുമാണ് വരുന്നത്. അപ്പം ഒരുവിധം ഒരു ഹാളിൽ നമുക്കൊരു സിനിമയൊക്കെ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാനൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക്
കിട്ടും, ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു 5.1 ആംപ്ലിഫയർ. ഇത് എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി അങ്ങോട്ട് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി 2 ആംപ്ലിഫയർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അസംബിൾ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയമായി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുമായിട്ട് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് എൻ്റെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ ബൈ, സീ യു.